അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷനൂഫ വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ആനയുമായി സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം എന്ന് നോക്കാം. അതിനു മുമ്പ് കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക. പൊതുവെ ആനയെ സ്വപ്നം കാണുക എന്നത് സന്തോഷത്തിൻ്റെ മേലിലുള്ള, വിജയത്തിൻ്റെ മേലിലുള്ള, ഹൈറിൻ്റെ മേലിലുമുള്ള, ജീവിതത്തിലെ വലിയ സ്ഥാനമാനം ലഭിക്കുമെന്നതിൻ്റെ മേലിലുമാണ്. ഇനി ഒരാളുടെ വീട്ടിൽ ആനയുള്ളതായി കാണുന്നത്, എന്നാൽ ആ വീട്ടിലെ ആരെങ്കിലും ഒരാൾ ഹജ്ജിന് പോകുമെന്നാണ് അതിൻ്റെ സൂചന. ഇനി ഒരാൾ ആനയെ കണ്ട് ഓടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ജീവിതത്തിലെ വിജയം കൈവരിക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്നും കാണാം. ഉന്നത സ്ഥാനത്തിലേക്ക് എത്തും എന്നൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം. വിവാഹിതയായ പെണ്ണ് വെളുത്ത നിറത്തിലാണ് ആനയെ കാണുന്നതെങ്കിൽ അവൾ ഉടനെ തന്നെ ഗർഭമുണ്ടാകും എന്ന് വ്യാഖ്യാനം. കറുത്ത ആനയാണ് കാണുന്നതെങ്കിൽ അത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അല്ലാത്ത പെണ്ണ് കാണുന്നതെങ്കിൽ ഉടനെ വിവാഹം നടക്കുമെന്നും പിന്നെ ഒരുപാട് സന്തോഷം കിട്ടും ജീവിതത്തിൽ എന്നും കാണാം. ഇനി ആനയുടെ കൈയാണ് കാണുന്നത് എങ്കിൽ തൻ്റെ കൂട്ടുകാരുമായി ശക്തമായ ബന്ധമുണ്ടാകുമെന്നും കാണാം. അതുപോലെ തന്നെ കൈ കൊണ്ട് വെള്ളം കുടയുന്നതായി കാണുന്നതെങ്കിൽ കാണുന്ന ആൾക്ക് വേറെ നാട്ടിലേക്ക് താമസം പോകേണ്ടി വരുമെന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇനി ആനയുടെ കൈ മുറിച്ച് കളയുന്നതായി സ്വപ്നം കാണുന്നത് എങ്കിൽ തൻ്റെ ശത്രുക്കളുടെ തൊട്ട് രക്ഷപ്പെടുമെന്നാണ്. ഇനി ആന ഉപദ്രവിക്കുന്നതായി കണ്ടാൽ രോഗം വന്ന് ചേരുമെന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ആനയെ കൊല്ലുന്നതായി കണ്ടാൽ മരണം അടുത്തിരിക്കുന്നുമെന്നാണ്. ആനയെ മരിച്ചു കിടക്കുന്നതായി കണ്ടാൽ ആ നാട്ടിലെ ഭരണം നടത്തുന്ന ആൾ മരിക്കുമെന്നതാണ്. ആനയെ വേട്ടയാടുന്നതായി കണ്ടാൽ അയാൾ ഹക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ആനയുടെ മേൽ യാത്ര ചെയ്യുന്നതായി കണ്ടാൽ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ആനയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനം.